ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ എൻ്റെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറാണ്. നമുക്കെന്നല്ല, തിരുവോണ ദിവസമാകുമ്പോൾ മിക്ക മലയാളികളുടെ വീട്ടിലും രാവിലെ ഇഡ്ഡലി സാമ്പാറായിരിക്കും അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണേ. അങ്ങനെ അതൊക്കെ ഒന്ന് ഇഡ്ഡലിക്കൂട്ടത്തിൽ ഇഡ്ഡലിക്ക് വെച്ചു. പിന്നെ കറിക്കൊക്കെ വെച്ചതിന് ശേഷം ഞാൻ നേരെ പുറത്തേക്ക് വന്നു. എൻ്റെ കുക്കപ്പം രാവിലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ എണീറ്റിട്ടുണ്ടായിരുന്നേ. അവന് ഇന്ന് അത്ത ഇടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണമുണ്ട്, സ്കൂളിലൊക്കെ അത്ത ഇടുമ്പോഴത്തേക്കും വലിയ കുട്ടികളാണ് കേട്ടോ അത്ത ഇടാറ്. അപ്പോൾ ഇവൻ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ ഇവർക്കൊന്നും അത്ത ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടാറില്ല അവസരങ്ങൾ. അതുകൊണ്ട് എൻ്റെ കൂടെ തലേന്ന് രാത്രി പറഞ്ഞു, അമ്മ എനിക്ക് രാവിലെ അത്ത ഇടണമെന്ന്. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ ഒരു കവറൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നൊക്കെ ഉള്ള കുറച്ച് പൂവൊക്കെ നിനക്കൊണ്ട് പറ്റണ പൂവ്, എത്തണ പൂവൊക്കെ പറിച്ചിട്ട് വാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ ചെന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുട്ടി അത്ത ഇടാം. കാരണം പൂവിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കാൻ നിന്നാൽ നല്ല പൈസയാവും. അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടില്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ അത്ത ഇടാം. അങ്ങനെ അവനെ പൂ വരയ്ക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഒരു ചെറിയ ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് ഡിസൈനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഈസി ആയിട്ടൊരു ഡിസൈൻ യൂട്യൂബിൽ നോക്കി തപ്പി കണ്ടുപിടിച്ചിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളം. അങ്ങനെ ഒരു ഡിസൈനൊക്കെ വരച്ചു. എന്നിട്ട് അവന് പറഞ്ഞു കൊടുത്തോട്ടോ എവിടെയൊക്കെ ഏതൊക്കെ കളർ പൂ ഇടണം. അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് പൂവേ ഉണ്ടായിരുന്നുള്ളൂ. കോളാമ്പിപ്പൂവ്, ചെമ്പരത്തി, തുളസി, തെറ്റി, അങ്ങനെ കുറച്ച് പൂക്കളാട്ടോ. അതൊക്കെ വെച്ചിട്ടൊരു കുട്ടി അത്താണ്. പിന്നെ ഇന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ രാവിലെ. കാറ്റായതുകൊണ്ടിട്ട് നമ്മൾ ചാണകമൊന്നും തേച്ചിട്ടല്ല അത്ത ഇട്ടത്. അതുകൊണ്ടിട്ട് ഞാൻ വെക്കണ പൂവൊക്കെ പറന്ന് ഇങ്ങോട്ടൊക്കെ പോകണുണ്ടായിരുന്നു. അപ്പോൾ അവനതായിരുന്നു കേട്ടോ സങ്കടം. അയ്യോ, എൻ്റെ അത്തത്തിൻ്റെ പൂവൊക്കെ എന്താ പറന്ന് പോകണേന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കത്തുള്ളൂ, എല്ലാവരും അത്തവും പൂവും പറന്നു പോകും, നിൻ്റെത് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ. കള്ളമാണെങ്കിലും അവനെ നമുക്ക് സമാധാനിപ്പിക്കണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ എൻ്റെ കുക്കപ്പം കുട്ടി അത്തമൊക്കെ ഇട്ടു. നടുക്കൊരു കുട്ടി ചിരാതൊക്കെ വെച്ച് അതിലൊരു തിരിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് കൊടുത്തേട്ടോ. ആദ്യം അവൻ കുറേ നേരം തീപ്പെട്ടി ഉരച്ച് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല, കൈ പൊള്ളിപ്പോയി. അങ്ങനെ അവസാനം ഞാൻ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നേരെ ചെന്ന് നല്ലൊരു ഓണം വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓണപ്പാട്ടൊക്കെ ടി വിയിലിട്ടേ. ആ സൗണ്ട് കേട്ടാണ് എൻ്റെ ലല്ലപ്പ് ഉറക്കം എഴിച്ചത്. ഉറക്കം വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അതാ കിടക്കണം മിറ്റത്തൊരത്ത. ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ആദ്യമായിട്ടല്ല അത്തം കാണണേ, അവൻ നേഴ്സറിയിലൊക്കെ അത്ത ഇട്ടിട്ടുണ്ട്, അത്തം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സ്പ്രഷനൊന്നും ആ മുഖത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അവന് സന്തോഷമായി കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അത്തമൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കാറ്റടിച്ച് നമ്മുടെ അത്തത്തിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് വശപ്പശക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല കാറ്റായിരുന്നു കാലത്ത്. അതുകൊണ്ടിട്ട് പൂവൊക്കെ തെറിച്ചും പറന്നൊക്കെ പോകണുണ്ടായിരുന്നു. കുക്കപ്പം അവിടെ കൂടെ നിന്ന് കുറേയൊക്കെ പൂവൊക്കെ തിരിച്ച് പറക്കിക്കൊണ്ടൊക്കെ വെച്ച് അത്തത്തിന് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി അവ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കുട്ടി അത്തം എൻ്റെ കുക്കപ്പൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇട്ടു. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാവേ. നമുക്കിനി സദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ. ഉച്ചയ്ക്ക് നല്ലൊരു ഗംഭീര സദ്യയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണേ. ആദ്യം ഇഡ്ഡലിയൊക്കെ അവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. തലേന്ന് രാത്രി തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കുന്നത് വലിയൊരു യുദ്ധമായിട്ടൊന്നും തോന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എന്തെങ്കിലും 2-3 കറി ഉണ്ടാക്കണേന് ഞാൻ ഉച്ചവരെ സമയം എടുക്കാറുണ്ട്. സദ്യ ആകുമ്പോഴത്തേക്കും അത് നേരത്തെ ഉണ്ടാക്കി തീരും. അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. പറഞ്ഞാൽ തന്നെ എല്ലാവരും കേൾക്കും, അതെങ്ങനെ 2-3 കറി ഉണ്ടാക്കാൻ നിനക്ക് ലേറ്റാവും, പക്ഷേ സദ്യ ഉണ്ടാക്കാൻ എളുപ്പമാണോ എന്ന്. സദ്യക്ക് നമ്മൾ പ്രീ പ്ലാനിങ് ആണല്ലോ. തലേന്ന് ഞാൻ എല്ലാം കഷ്ണങ്ങൾ നുറുക്കി വയ്ക്കുക, തേങ്ങ തിരുകി വയ്ക്കുക, ഒക്കെ ഈസി പണിയാണല്ലോ. അപ്പം നമുക്ക് രാവിലെ എണീക്കുക, കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ അതിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലേക്ക് ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ താളിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തേ. നല്ല മണമായിരുന്നു അത് സാമ്പാർ. എനിക്ക് നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്കയും വെള്ളരിക്കയൊക്കെ കിച്ചടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം വെണ്ടയ്ക്ക വറുത്തെടുക്കാമെന്ന് കരുതി കൂട്ടത്തിൽ ക്യാബേജും ക്യാരറ്റും കൂടെ വെച്ചിട്ട് ഒരു തോരനും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക കുട്ടന്മാരെ വറുക്കാൻ വേണ്ടിയിട്ടിട്ട് ഞാൻ നേരെ നമ്മുടെ മക്കൾക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയോ കേട്ടോ. കാരണം മണി ഏകദേശം ഒരു 9:30 ആയി. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ലല്ലപ്പന് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതിനിടയ്ക്ക് അവനെ ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ പിച്ച് കറിയിലൊക്കെ മുക്കി വെച്ച് കൊടുത്താൽ ലല്ലപ്പ എടുത്ത് കഴിച്ചോളും. പക്ഷേ കുക്കും അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കണം, വിളിച്ചാൽ മാത്രമേ അവൻ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തു. അതിനുശേഷം ചേട്ടൻ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണേ.
അപ്പോൾ തലേന്ന് നമുക്ക് ഓണപ്പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ കുടുംബത്തിലുള്ള കസിൻസും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചെറിയൊരു ഓണ ഫംഗ്ഷൻ പോലെ ഒരു ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഏട്ടൻ പറയണം കേട്ടോ. നമുക്ക് കുറച്ച് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ട് തൊടുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഏട്ടൻ്റെ കൂടെ പറഞ്ഞ് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു. എനിക്ക് സദ്യ ഉണ്ടാക്കണതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ തേങ്ങ തിരുകൽ കേട്ടോ. തേങ്ങയെന്ന് വെച്ചാൽ ഒരുപാട് തേങ്ങ നമ്മൾ ചിരകേണ്ടി വരും. തോരത്തിനും അവിയലിനും കിച്ചടിക്കും പച്ചടിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. എന്നെപ്പോലെ ചോറ് കുക്കറിൽ വയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഈസിയായിട്ട് കുക്കറിൽ ചോറുണ്ടാക്കണമെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ റേഷൻ അരി ചമ്പാവരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചോറുണ്ടാക്കാറ്. നല്ല ഈസിയായിട്ട് നമുക്കൊരു അരമണിക്കൂർ മാക്സിമം അതിനകത്ത് തന്നെ നല്ല സൂപ്പറായിട്ട് ചോറൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് ചോറുണ്ടാക്കുന്നതാണ് ഏറ്റവും കഷ്ടപ്പാട്. കാരണം രാവിലെ തന്നെ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചാൽ ഒരു 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു 20-25 മിനിറ്റിനകത്ത് ചോറ് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മുടെ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് കായും കത്തിരിക്കയൊക്കെ കൂടെ തലേന്ന് നുറുക്കി വെച്ചാൽ കറുത്തു പോകുമല്ലോ എന്ന് കരുതിയിട്ട് പിറ്റേന്നാണ് നുറുക്കിയത്. അങ്ങനെ അതിൽ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലും ഉപ്പും വെള്ളവും കൂടെ വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. കൂട്ടത്തിൽ നമ്മുടെ സാമ്പാറിനല്ല കേട്ടോ, നമ്മുടെ പരിപ്പിന് വേണ്ടി പരിപ്പ് കറിക്കുള്ള പരിപ്പ് വെച്ച് കൊടുത്തു. സദ്യയിൽ മെയിൻ ആൾ പരിപ്പാണല്ലോ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി പായസം വെപ്പാണ്. അപ്പോൾ പാലടയാണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ. പക്ഷേ ഒരു അബദ്ധം പറ്റി. എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ആദ്യം ഒരു പാക്കറ്റ് പാലടയും മേടിച്ചോളൂ. പിന്നീട് ഞാൻ രണ്ടാമത് ചേട്ടൻ്റെ കൂടെ പറഞ്ഞു വിട്ടാണ് കേട്ടോ മേടിച്ചത്. പക്ഷേ രണ്ടടയായിപ്പോയി. ഒന്ന് വെള്ള അടയും ഒന്ന് ഗോതമ്പിൻ്റെ അടയുമായിരുന്നു കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു രണ്ടും കൂടെ കറക്റ്റായിട്ട് വേവ് വരുമോ എന്ന്. പക്ഷേ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കറിക്ക് വേണ്ടിയിട്ട് അതുകൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ പാല് തിളച്ചു. പാലട പാക്കറ്റുകൾ ഓരോന്നായിട്ട് അരി കിട്ടി. നല്ല കുറുകിയ പായസം ഞാൻ ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ വേവിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സദ്യവട്ടങ്ങളൊക്കെ റെഡിയായി. ഇല മുറിച്ചുകൊണ്ടൊക്കെ തന്നു. അങ്ങനെ ഇലയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപ്പേരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് നോക്കി പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഇത് ബോളി നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യലാണ് ബോളി മേടിച്ചു. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോഴാണ് പപ്പടം കാച്ചില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് കേട്ടോ. ഈ പപ്പടത്തിൻ്റെ നടുക്ക് ഇതുപോലെ തുളയിട്ട് കൊടുത്താലേ നമ്മൾ എണ്ണയിലിട്ട് മുക്കി പൊരിക്കുമ്പോഴത്തേക്കും പപ്പടം ഒരുപാട് അങ്ങ് ബൾജായി വരില്ല കേട്ടോ. ഇങ്ങനെ പൊങ്ങി വരത്തില്ല. ഒരുപാട് പൊങ്ങിയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലൊന്ന് നടുക്കൊരു ഹോളിട്ട് കൊടുത്തിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പപ്പടം വറുത്തെടുക്കുക. അങ്ങനെ ഏട്ടന് മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയും കൂടെ കൂട്ടത്തിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞേ. പക്ഷേ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും അവർ സ്വന്തമായിട്ട് തന്നെ കോരി കഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പറ്റത്തില്ല കേട്ടോ. മറ്റേത് ഞാനാവുമ്പം എല്ലാവർക്കും കുറച്ച് മതി എന്ന് പറഞ്ഞിരുന്നാൽ സദ്യയല്ലേ ഒന്നും മിച്ചം വെച്ച് കളയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്ന് വിളമ്പി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ചോറിട്ടു, പരിപ്പൊഴിച്ചു, നെയ്യൊഴിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു അടിപൊളി ഓണമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.